കർക്കിടകത്തിൽ രാമായണം പാരായണം ചെയ്യുന്നതിന് ചില ചിട്ടകളുണ്ട്. പ്രഭാതത്തിൽ നിലവിളക്ക് തെളിയിച്ച് ഗണപതിയെ വന്ദിച്ച ശേഷം രാമായണത്തിൽ തൊഴുത് ഭക്തിയോടെ പാരായണം ആരംഭിക്കാം. രാവിലെ കിഴക്ക് ദിശയിലോ വടക്ക് ദിശയിലോ ആവണം പാരായണം ചെയ്യാൻ. വൈകുന്നേരങ്ങളിൽ പടിഞ്ഞാറ് ദിശയിലോ വടക്ക് ദിശയിലോ ആവാം. അല്ലാത്ത സമയങ്ങളിൽ വടക്ക് ദിശയിൽ ചമ്രം പണിഞ്ഞ് നിലത്തിരുന്ന് വേണം പാരായണം ചെയ്യേണ്ടത്. 1-ാം തീയതി വായന ആരംഭിച്ചാൽ മാസ അവസാനം വരെ മുടങ്ങാൻ പാടില്ല. കർക്കിടക മാസത്തിലെ മുഴുവൻ ദിവസവും പാരായണത്തിന് സാധിക്കാത്തവർ 1 ദിവസമായോ 3 ദിവസമായോ 7 ദിവസമായോ പാരായണം ചെയ്തു തീർക്കാം. ഓരോ ദിവസവും വായിക്കേണ്ട ഭാഗത്തെക്കുറിച്ച് കൃത്യമായ വ്യവസ്ഥയില്ല. എന്നാൽ യുദ്ധം, കലഹം, വ്യഥ, മരണം എന്നിവ പ്രതിപാദിക്കുന്ന ഭാഗങ്ങളിൽ നിത്യേന പാരായണം അവസാനിപ്പിക്കാൻ പാടില്ല. വലതുഭാഗത്ത് ശുഭസൂചനയുള്ള 2 വരികൾ 3 തവണ വായിച്ചു നിർത്തുകയുമാവാം. എല്ലാ ദിവസവും ഒരാൾ തന്നെ വായിക്കണമെന്നില്ല. സൗകര്യാർത്ഥം മുടങ്ങാതെ പാരായണം ചെയ്യണം എന്നേയുള്ളൂ. ശ്രീരാമൻ്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള പൂർവ്വരാമായണമാണ് പാരായണം ചെയ്യേണ്ടത്. ഉത്തര രാമായണം സാധാരണയായി ഭവനങ്ങളിൽ വായിക്കാറില്ല. ഓരോ ദിവസവും വായന ആരംഭിക്കുന്നതിന് മുൻപായി ഗണപതി വന്ദനത്തോടൊപ്പം ബാലഖണ്ഡത്തിലെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ എന്ന് തുടങ്ങുന്ന 14 വരികൾ ചൊല്ലണം. യുദ്ധകാന്ഡം അവസാന ഭാഗത്തുള്ള രാമായണ മാഹാത്മ്യം വായിച്ചു വേണം നിത്യപാരായണം അവസാനിപ്പിക്കാൻ. ഒരു ദിവസത്തിൽ വിവിധ സമയങ്ങളിൽ രാമായണം പാരായണം ചെയ്യാം. എന്നാലത് ശരീരശുദ്ധിയോടെയും ഭക്തിയോടെയും ആവണമെന്ന് മാത്രം. കർക്കിടക മാസത്തിലെ എല്ലാ ദിവസവും രാമായണ പാരായണം തുടരുകയും മാസാവസാനം ശ്രീരാമ പട്ടാഭിഷേകം വായിച്ച് പുഷ്പങ്ങൾ വിളക്കിന് മുന്നിൽ അർപ്പിച്ച് പാരായണം പൂർത്തിയാക്കുകയും ചെയ്യാം. കർക്കിടക മാസത്തിൽ നിത്യേന വിളക്ക് തെളിയിക്കുന്നതിൻ്റെ മുന്നിലായി ശ്രീരാമ പട്ടാഭിഷേക ചിത്രം വയ്ക്കുന്നത് ഉത്തമമാണ്. പട്ടാഭിഷേക ചിത്രത്തിൽ ശ്രീരാമൻ, സീതാദേവി, ഹനുമാൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, വസിഷ്ഠൻ, ഗണപതി, പരശുരാമൻ, ബ്രഹ്മാവ്, നാരദൻ എന്നീ 11 പേർ ഉണ്ടായിരിക്കണം.